Good morning. കേട്ടൂടാ. Okay. And I thought about all these things. I'm going to teach a program about our parents. And they are convincing. Okay, yeah. I'm going to teach a program. Wonderful. And I have introduced you to PTA. Yeah, please do. Okay. And they have some doubts and they are communicating. Thank you. Okay. Yeah. Oh. So nice to meet you all. Yes. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. പറയൂ. ഓക്കെ. ഓക്കെ. സന്തോഷം. വളരെ സന്തോഷം. വളരെ താങ്ക് യു. പാരൻസിനെ കൂടിയിട്ടുണ്ട്. സാർ എല്ലാവരോടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സാറെ അനുകരിക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പം ഞാൻ പറയാം. നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സ്കൈപ്പ് പോലെ ഇൻ്റർനെറ്റുള്ള ഏത് കമ്പ്യൂട്ടറിലും നമ്മളുടെ വീട്ടിൽ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുള്ള എല്ലാവർക്കും ഇതേ സ്കൈപ്പ് ഉപയോഗം കിട്ടുന്നു എന്നതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉള്ളവർക്ക് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. അപ്പം ഈ സംസാരം തന്നെ ക്രിയാത്മകമായ പല രീതിയിൽ ചെയ്യുകയാണ് ഞാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ആ മുന്നോട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ അത് മിക്കവാറും അമ്മമാരാണ്. ടീച്ചർമാരെക്കാൾ കുറെ കൂടി സ്നേഹവും ലാവണ്യവും ഒക്കെ ഉള്ള ആളുകളാണ് അമ്മമാർ. അമേരിക്കയിൽ എൻ്റെ വിദ്യാർത്ഥികളായ കുറെ നിങ്ങളെ പോലത്തെ കുറെ PTA ആളുകൾ എന്നോട് പറഞ്ഞു അവരുടെ മക്കൾക്ക് ഭംഗിയായി മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ജനിച്ചതും വളർന്ന അമേരിക്കയിലാണ്. വീട്ടിൽ പോലും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എന്നെങ്കിലും കേരളത്തിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് മലയാളം സംസാരിക്കേണ്ടതുള്ളൂ. അപ്പോൾ കുറച്ചു മലയാളം അവർ പറയും. അതായത് തേങ്ങ മരത്തേന്ന് കായ വീണു, മാങ്ങ മരത്തേന്ന് കായ വീണു എന്ന രീതിയിലാണ് അവർ മലയാളം പറയുന്നത്. അത്തരം കുട്ടികളോട് ഈ അമ്മമാർക്ക് അവരവരുടെ വീട്ടിലിരുന്ന് ഇപ്പോഴീ കാണുന്ന ഒരു സംവിധാനം തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മലയാളി കുട്ടികളോട് സംസാരിച്ച് അവരെ മലയാളം പഠിപ്പിക്കാം. അതിന് പാസും പപ്പാസും ഡിഗ്രിയും ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഇതേ സാധനം തന്നെ എനിക്ക് ഇത് പകരം അമേരിക്കയിലെ ഒരാളെ എനിക്ക് ഈ സെക്കൻഡിൽ കണക്ട് ചെയ്യാം. അമേരിക്കയിലെ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറിയെ കണക്ട് ചെയ്യാം. അവിടെയുള്ള ആയിരക്കണക്കിന് മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ അമ്മമാരെ തയ്യാറാക്കിയാൽ നമുക്ക് വീട്ടിലിരുന്നൊരു വരുമാനം ഉണ്ടാവും. അതാണ് ഞാൻ കാണുന്ന സ്വപ്നം. അതിലൂടെ ഞാൻ കാണുന്ന മറ്റു ചില സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ കുട്ടികൾ നല്ല ഇംഗ്ലീഷ് പഠിക്കും. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ പോലും കുറച്ച് മണിക്കൂറുകൾ അമേരിക്കയിലെ കുട്ടിയോട് കുറേശ്ശെ മലയാളം പറയുമ്പോൾ അവൻ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കാനും അമേരിക്കയിലെ ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ട് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാനും ഒരു പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാനും നമുക്ക് കഴിയും. നമ്മളുടെ ആളുകളുടെ പ്രധാന പ്രശ്നം എന്നത് നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു സെന്റൻസ് കിട്ടാതെ നമ്മൾ ആരോടും ഇംഗ്ലീഷിൽ വർത്തമാനം പറയില്ല. അപ്പം മിക്കവാറും ഇംഗ്ലീഷിൽ അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ മറുപടി മിക്കവാറും 1-2 വാക്കുകളിൽ മറുപടി പറയും, ഇല്ലെങ്കിൽ അറ്റ് ദ മോസ്റ്റ് മലയാളത്തിൽ മറുപടി പറയും. അത് മാറാനെങ്കിലും നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പ്രായമായ അമ്മൂമ്മമാര് അമേരിക്കയിൽ സംസാരിക്കാൻ ആളുകളില്ലാതെ ഇരിക്കുന്നുണ്ട്.
അത് ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ അമ്മമാരോ അല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ അമ്മൂമ്മമാരോ ഒക്കെയാണ്. എനിക്ക് 1-2 അമ്മൂമ്മമാര് ആയിരിക്കുന്ന പാരൻസിൽ സ്ത്രീകൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പുരുഷന്മാർക്ക് 1-2 അപ്പൂപ്പന്മാരെ കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലിരുന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ കുറേശ്ശെ നമ്മൾ അവർ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കാനും അവരോട് ഇംഗ്ലീഷ് പറയാനും കഴിവുള്ളവരായി കഴിഞ്ഞാൽ ഈ സ്മാർട്ട് സിറ്റിയിലെ ജോലികൾക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോവാം. നമ്മളുടെ കുട്ടികളെ ഇതിലേക്ക് എത്തിക്കാനായി നല്ല പാഠത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് ചെയ്യാമെന്ന് ജസ്റ്റിൻ സാർ സമ്മതിച്ചത്. അപ്പം അതുകൊണ്ടും ഗുണമുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല പാഠത്തിന്റെ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കുകയാണെങ്കിൽ മനോരമക്കാരിന് നല്ല കവറേജ് വരും, സ്കൂളിന് തന്നെ നല്ല പാഠത്തിന്റെ സമ്മാനം കിട്ടും. ഇനി ഇക്കൊല്ലം വരുന്ന 15-ാം തീയതി നവംബർ 16-ാം തീയതി ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ ഞാൻ പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം നമ്മുടെ ജസ്റ്റിൻ സാറ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അടുത്ത കുറച്ച് ദിവസം ഞാൻ ജസ്റ്റിൻ സാറിന് ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ 2 പേരും കൂടി ആയിരിക്കും ഈ PTA-യും ഈ ആളുകളും എങ്ങനെയാണോ സഹകരിച്ച് ഒരു വലിയ മാറ്റം വരുത്തുന്നത് എന്ന് കാണിക്കുന്നത്. ഇന്നത്തെ മനോരമയിലുണ്ട് പെൻഷൻ പോലും അല്ലെങ്കിൽ ശമ്പളം പോലും ഓൺലൈനിലേക്ക് ആക്കുന്നു. നമ്മൾ ഓൺലൈനിന്റെ അപകടങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയാണ്. അതിന്റെ സാധ്യതകൾ മേടിച്ച് ഉപയോഗിക്കുകയല്ല. അപകടം ഇല്ലെന്ന് പറയുകയല്ല, ഈ അപകടമാണ്, കമ്പ്യൂട്ടർ അപകടമാണ്, ഫേസ്ബുക്ക് അപകടമാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അപകടത്തെ പ്രതിരോധിക്കാൻ പഠിക്കാതെ എല്ലാവരും മാത്രം നടക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ച് വൈകിട്ടിപ്പോഴും. അവർക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ അച്ഛനമ്മമാരെ ഇത് പഠിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. പക്ഷെ അച്ഛനമ്മമാരെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. കുട്ടികൾ വൈകിട്ടായിരിക്കാൻ അച്ഛനമ്മമാർ ഉത്തരവാദിത്വം ഏൽക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റിൻ സാറും ഈ ഉത്തരവാദിത്വം ഏൽക്കില്ല, ഞാനും ഏൽക്കില്ല. കാരണം ഞാൻ എങ്ങനെ ഏൽക്കുക? ഞാനില്ലാത്ത ഓൺലൈനില്ലാത്ത സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഇന്റർനെറ്റിലൂടെ എന്തെങ്കിലും ചെയ്ത് അപകടം വരുത്തിയാൽ അങ്ങേരാണ് അവിടെ കൊണ്ട് ആക്കി അയാളെ ചീത്തയ്ക്ക് എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്റെ സൽപ്പേരിന് കളങ്കം വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യില്ല. അപ്പൊ നമ്മളുടെ മക്കള് ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നതെന്നാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ നിങ്ങളുടെ സ്കൂളിൽ വന്ന് തന്നെ ഈ PTA-ക്ക് ഇതിന്റെ ട്രെയിനിങ് വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം മതി. നമ്മുടെ വരാപ്പുഴ ആർച്ച് ഡയസിന്റെ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു, ബിഷപ്പ് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിലെ പല ആളുകളുടെയും സഹായവും സഹകരണവും ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇരുന്ന് 5 രാജ്യങ്ങളിലെ അധ്യാപകരോട് നിങ്ങളെ കാണാൻ വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ 5 പേരും പാനലിലേക്ക് ഉണ്ട് അവിടെ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണ്ട, ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ പ്രശ്നം കൊണ്ട് ഡിലേ ആവുകയാണെന്ന് പറഞ്ഞു. നമ്മളുടെ ടൈമിനെസിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെ നാണക്കേടല്ലേ. പറഞ്ഞ സമയത്ത് നിങ്ങൾ എത്തിയെങ്കിൽ എനിക്ക് നിങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ പറഞ്ഞു തരിക, നിങ്ങൾ 10 മണിക്ക് ഞാനൊരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് നിങ്ങൾ വരണം. കാരണം 10 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അമേരിക്കയിലെ മലയാളം പഠിക്കേണ്ട കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ അമ്മയോട് സംസാരിക്കാൻ. എന്നിട്ട് ഈ അമ്മയെ ആ അമ്മ പരിചയപ്പെട്ടതിന് ശേഷമാണ്, അമ്മമാരെ കുശലം പറഞ്ഞ് കൂട്ടുകാരായതിനു ശേഷമാണ് ആ അമ്മയുടെ കുട്ടിയോട് മലയാളം പറയാൻ ഈ അമ്മയുടെ കുട്ടിയെ ഞാൻ ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. ഈ 2 കുട്ടികളും അങ്ങോട്ടോട്ട് മലയാളം പറഞ്ഞാൽ ഈ കിൻഡർ ഗാർട്ടനിലോട്ട് കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ ആയിക്കോളും. ആദ്യത്തെ ദിവസം ഒരു പറയുന്ന മലയാളത്തിന് ഗ്രാമർ ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കിൻഡർ ഗാർട്ടനിലെ കുട്ടിയാണെങ്കിൽ പോലും നല്ല ഗ്രാമറിൽ സംസാരിക്കും. ഇതിനെല്ലാം സംസാരിച്ചാൽ മതി. അപ്പൊ സംസാരത്തിലൂടെ നന്മകൾ വരുത്താനുള്ള പല പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഒരാൾക്ക് ആർച്ച് സമ്മതിച്ചു കഴിഞ്ഞു, മാനേജരത്തിൽ സമ്മതിച്ചു. പക്ഷേ 43 സ്കൂളുകളിൽ ഞാൻ ഫോൺ ചെയ്യുകയും കണക്ട് ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് ജസ്റ്റിൻ എന്ന് പറഞ്ഞ അധ്യാപകൻ മാത്രമേ എന്നെ വിളിച്ച് അധ്യാപകരെയും കൂടെ ഇരുത്തി ആ കാര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള 42 സ്കൂളും എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ ഫീസ് ചാർജ് ചെയ്യും, സൗജന്യം കൊടുക്കില്ല. എന്റെ സമയം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഉപയോഗിച്ചില്ല. പക്ഷേ ജസ്റ്റിൻ്റെ ഞാൻ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിനെ ക്ലാസ് കൊടുക്കുന്ന എനിക്കൊരു സ്പോൺസറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഫീസ് തരാൻ ഞാൻ വേറെ ആളെ കണ്ടുപിടിക്കുകയാണ്. അയാൾ എനിക്ക് ഫീസ് തന്ന് ജസ്റ്റിന് ക്ലാസ് കൊടുത്തു. പക്ഷെ ഇതുപോലെ 43 സ്കൂളിലും ഫീസ് തരാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ആ സ്കൂളുകൾ വരാത്തത് കൊണ്ട് എനിക്ക് കണക്ട് ചെയ്യാനോ ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കാനോ പറ്റിയില്ല. അവസാനം ജസ്റ്റിൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഓൺലൈനിൽ ജസ്റ്റ് ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെക്കോർഡിങ് ഞാൻ ഓൺലൈനിലിട്ട് ഈ PTA എൻ്റെ അടുത്ത് വന്നിരുന്നു, അവരെ സഹായിക്കണമെന്ന് പറയും. സത്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ കൊടുക്കാനോ കമ്പ്യൂട്ടറുകൾ കൊടുക്കാനോ അവിടെ ഒരു ഹൈടെക് ലാബറട്ടറി ഉണ്ടാക്കാനോ ഉള്ള എല്ലാ സഹായവും സഹകരണവും തരാൻ സർക്കാർ തയ്യാറാണ്, അന്തർദേശീയ സമൂഹം തയ്യാറാണ്, ഞാനും എൻ്റെ കൂട്ടുകാരായ അധ്യാപകരും തയ്യാറാണ്. പക്ഷെ അത് സ്വീകരിക്കണമെന്നും പ്രാപ്തി നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്കിത് അറിയാമെന്നും നിങ്ങളിത് കിട്ടിയിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടമാവും, അപ്പോൾ അത് പാഴാവും. അപ്പോൾ തരുന്നത് പാഴായില്ല എന്ന് ഉറപ്പുവരുത്താൻ തരാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇൻഫാക്ട് 1 ലാപ്ടോപ്പ് പെർ ചൈൽഡ് എന്ന യുനെസ്കോയുടെ പ്രൊജക്റ്റിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാമായിരുന്നു കുറേ കൊല്ലങ്ങളായിട്ട്. അവസാനം കേരളത്തിലൊന്നും ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തതിന് ശേഷം അവർക്ക് സൗജന്യമായിട്ട് കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്, ആയിരക്കണക്കിന് അധ്യാപകരെ സൗജന്യം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അധ്യാപകർ പോലും ഈ ടെക്നോളജി ഉപയോഗിക്കാതിരിക്കുമ്പോൾ, പഠിച്ചത് പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ അവർക്കും വലിയ കാര്യമൊന്നുമില്ല. അത് നമുക്ക് മാറ്റാം. PTA സഹായമുണ്ട്, സഹകരണമുണ്ട്. നാളെ രാവിലെ നിങ്ങൾ ജസ്റ്റിസ് സാറിനെ വന്ന് കാണും. ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നിങ്ങളുടെ PTA പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് ഇതിന് ഞാൻ ആലോചിച്ച് നമുക്ക് ആ സ്കൂളിൽ തന്നെ വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ, സ്കൂൾ കഴിഞ്ഞ സമയം വൈകുന്നേരങ്ങളിൽ PTA അംഗങ്ങൾക്ക് ഒന്ന് പഠിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഞാൻ തന്നെ കൊണ്ടുവരാം. അവിടുത്തെ പ്രൊജക്ടറും ക്ലാസ് റൂമും സാറ് അനുവദിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും വരുമാന മാർഗമുണ്ടാക്കി ഇന്നത്തെ സാധ്യതകളിലേക്ക് നമ്മളുടെ ആളുകളെ, കേരളത്തെ മുഴുവനും നയിക്കുന്ന സ്കൂള് നിങ്ങളുടേതായിരിക്കണം. കാരണം എനിക്ക് എല്ലാ സ്കൂളിലും നടന്ന് ചെയ്യേണ്ടതില്ല. ഒരൊറ്റ സ്കൂളിൽ ചേരി വിജയകരമായി കാണിച്ചാൽ ബാക്കി എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കും. അപ്പോൾ എനിക്ക് ഇനിയുള്ള 42 സ്കൂളുകളിലെ ടീച്ചർമാരെ പഠിപ്പിക്കാനുള്ള ആളുകളെ തയ്യാറാക്കാനാണ് ഞാൻ വരുന്നത്. ഈ PTA ഈ കുടുംബങ്ങളിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരാം. എനിക്ക് 3 വയസ്സ് മുതൽ പ്രായമുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള കഴിവുമുണ്ട്. അതെങ്ങനെയൊക്കെയാണ് മറ്റൊരു കാര്യം ഞാൻ പിന്നീട് പറയാൻ, ഇപ്പോൾ സമയം കളയണ്ട. അപ്പോൾ നിങ്ങൾ വന്നതിൽ സന്തോഷം. ഇനി എല്ലാവർക്കും കൂടിയാണെങ്കിൽ ഒരു ഹാപ്പി ദീപാവലി വിഷ് ചെയ്യാം. കാരണം ഞാൻ വിളിച്ചു നിർത്തിയ 2-3 കൂട്ടുകാർ പല സ്ഥലങ്ങളിലുണ്ട്. അവരോട് ഹാപ്പി ദീപാവലി വിഷ് ചെയ്യാൻ ഞാൻ ജസ്റ്റിനോട് പറയുകയാണ്. അവരുടെ കോൺടാക്ട് ID കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ഹാപ്പി ദീപാവലി എന്നൊന്ന് കൈയിട്ട് പറഞ്ഞാൽ അവർക്ക് കിട്ടും. അവർ നിങ്ങളെ കണക്ട് ചെയ്തോളും. കാരണം ഈ അമ്മമാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മറ്റു സ്കൂളുകളിലെ കുട്ടികളുടെ അമ്മമാരെ തന്നെ ഏൽപ്പിക്കുകയാണ്. 2 അമ്മമാരും അവരവരുടെ കുട്ടികളെ കുറിച്ച് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി നല്ല ഇംഗ്ലീഷ് ആവാം. ഉദാഹരണത്തിന് ജർമ്മനിയിലുള്ളവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ചൈനയിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ, ഫ്രാൻസിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ, പോർച്ചുഗീസിൽ അറിഞ്ഞുകൂടാ, മദ്രാസിലും ബോർഡേയും അറിഞ്ഞുകൂടാ. നമ്മളെപ്പോലെ അങ്ങനെ വരും. മാതൃഭാഷ ഒന്നാണ്, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ഒരു കൂട്ടം ആളുകളെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾ അവരോട് കണക്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രം മതി. കുറച്ച് ദിവസം കൊണ്ട് സ്കൈപ്പ് ഉപയോഗിച്ച് ഇക്കാര്യം ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ, ബിസിനസ്സുകാർക്കാണെങ്കിൽ ഈ കാണുന്നത് ഞാൻ ഇന്നലെ ട്രെയിനിങ്ങിന് പോയതാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയുന്ന കമ്പനികൾക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് ഞാൻ പഠിക്കാൻ കാരണം, നിങ്ങളിൽ ആർക്കെങ്കിലും എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ബിസിനസ്സിലൂടെ അത് ഓഫീസാക്കി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കടലാസ് കൊണ്ട് കമ്മലുണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാനത് 100 കണക്കിന് മേടിച്ചിട്ട് വിദേശ സ്കൂളുകളിലേക്ക് അയച്ചു കൊടുത്ത് അത് കാശാക്കി മാറ്റി നിങ്ങൾക്ക് തരാം. നമുക്ക് ബിസിനസ്സിന് ഇത്രയും സാധ്യതകളുള്ള കാലം വേറെ ഇല്ല. പക്ഷേ ഇത് ഉപയോഗിക്കണമെന്നാണെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ടൂളാണ്. തീ പോലെ തന്നെ അപകടകാരിയാണ്. കത്തി മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർ കൈമുറിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന അച്ഛനമ്മമാര് കമ്പ്യൂട്ടർ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർ അപകടം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുന്നില്ല. ആർക്കും ഉദ്ദേശിക്കുന്നത് സ്കൂള് പഠിപ്പിക്കും അല്ലെങ്കിൽ വേറെ ട്രെയിനിങ് സെന്റർ വരെ പഠിപ്പിക്കുമെന്നാണ്. അവർക്കൊന്നും നിങ്ങളുടെ മക്കളുടെ സുരക്ഷ ലക്ഷ്യമല്ല, ഈ അധ്യാപകർക്ക് ലക്ഷ്യമാണ്. പക്ഷെ അവർ പഠിപ്പിക്കണമെങ്കിലും അവർ ഉത്തരവാദിയാകരുത്. കുട്ടികളെല്ലാം വഴിയും തെറ്റിപ്പോയി കഴിഞ്ഞാൽ സാറ് കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സാറ് നോക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ
സാറ് നിസ്സഹായനാണ്. അത് 1-2 മണിക്കൂർ സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ട് അവർക്ക് കിട്ടുന്നുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇതെല്ലാം പഠിപ്പിക്കാൻ അവർക്ക് പറ്റില്ല, സിലബസ് മാത്രം പഠിപ്പിക്കും. പക്ഷേ ഇതിൻ്റെ മറുവശങ്ങളിലേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർ അപകടങ്ങളിൽ ആകാതിരിക്കണമെന്നാണെങ്കിൽ അച്ഛനമ്മമാർ പഠിക്കണം. ഇന്നത്തെ സാധ്യതകൾ നമുക്ക് ഉൾക്കൊള്ളണമെന്നാണെങ്കിൽ നമ്മൾ എല്ലാവരും പഠിക്കണം. അപ്പോൾ അത് ഏറ്റവും ചെറിയ സിമ്പിളായ രീതിയിൽ വരുമാനം ഉണ്ടാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ ആ സ്കൂളിലെ ആളുകൾക്ക് ഈ PTA ചെയ്തു തരാമെന്നാണ് ഞാൻ തരുന്ന വാക്ക്. കാരണം നിങ്ങൾക്ക് ക്ലാസ് തന്നാൽ എൻ്റെ കോസ്റ്റ് മാത്രമേ ഞാൻ ചാർജ് ചെയ്യേണ്ടതുള്ളൂ. കാരണം നിങ്ങൾ വിജയിച്ചാൽ എത്ര പേര് വിജയിക്കുന്നോ അത്രയും പേരുടെ ട്രെയിനിങ് ഫീസ് എനിക്ക് തരാമെന്ന് എൻ്റെ സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിജയിച്ചില്ലെങ്കിലോ എൻ്റെ സമയം പാഴാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എക്സ്പെൻസീവ് കോഴ്സ് എന്നുള്ളതല്ല, എവിടെയെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി കൊടുക്കുന്ന കാശെങ്കിലും സ്കൂളിൽ കൊടുത്താൽ ആ കാശ് കൊണ്ട് സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ ലാബറട്ടറിയൊക്കെ ഉണ്ടാക്കി അത് ഉപയോഗിച്ചേ ഞാൻ പഠിപ്പിക്കുള്ളൂ. അപ്പം ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് പോരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാ സാധ്യതകളും സാഹചര്യവും നിങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. അതിന് നമുക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിളിച്ച് ജസ്റ്റിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുപ്പിക്കാം. 15-ാം തീയതി ഗ്ലോബൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ ജസ്റ്റിൻ ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ അധ്യാപകനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ നിങ്ങളുടെ സ്കൂളിൽ വിളിച്ചു വരുത്താം. പിന്നെ നമ്മളുടെ സ്കൂളും പരിസരം വൃത്തിയാക്കിയിട്ട് അത് ഹെറിറ്റേജ് സ്കൂളായതുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ വരുന്ന ക്രൂസ് ഷിപ്പുകളിലെ ഒരു 10-50 വെള്ളക്കാരെ ആ സ്കൂൾ മുറ്റത്ത് കൊണ്ടുവന്ന് ആ സ്റ്റേജിൽ അമ്മമാർ കൈകൊട്ടി കളിച്ച് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ അപ്പമോ പൂട്ടോ ഉണ്ടാക്കുന്ന കാണിച്ചാൽ മതി. കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സമയം കഴിക്കാൻ ഒരു വഴിയുമില്ല, ചെലവഴിക്കാൻ. അവരാർക്കൂടി നമ്മുടെ ഡച്ച് ശവപ്രമം കണ്ട് പോർട്ടുഗീസ് ചീനയിലും കണ്ട് തിരിച്ച് കപ്പലിൽ നിന്നിരിക്കുകയാണ്. അവർ നമുക്ക് നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാം, ടൂറിസത്തിലെ ആക്ടിവിറ്റി സ്കൂളിൽ ചെയ്യാം, നമ്മളുടെ നാടുകളും വൃത്തിയാക്കുന്ന പലതരം കാര്യങ്ങൾ ചെയ്യാം. അത് മെല്ലെ നിങ്ങളിലൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇന്ന് വന്നത് ഇത്രയും കാര്യം പറയാനാണ്. PTA അനുവാദമില്ലാതെ എനിക്കിത് ചെയ്യാൻ പോകാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ അനുവാദം തന്നു എന്ന് ജസ്റ്റിനൊരു കത്ത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ കത്ത് എൻ്റെ സ്പോൺസർക്ക് അയച്ചു കൊടുക്കാനും നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഫീസ് എനിക്ക് അവിടുന്ന് ചാർജ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പ്രൂഫ് വേണമായിരുന്നു. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡിംഗ് വേഷം തന്നെ ജസ്റ്റിന് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റണമെന്ന് ചോദിച്ച് അതൊക്കെ മാറ്റിക്കഴിഞ്ഞ് നിങ്ങളോട് സംസാരിച്ചു എന്നതിൻ്റെ പ്രൂഫ് മാത്രം എടുത്ത് ഞാൻ എൻ്റെ പ്രിൻസിപ്പാൾസ് എബ്രോഡിന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ ടീച്ചർമാർക്ക്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ട്രെയിനിങ്ങിന് വരാം. മറ്റൊരു കാരണം കൂടെയുണ്ട്. എൻ്റെ മോളെ നിങ്ങളുടെ അയൽക്കാരാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പോപ്പുലർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു 3-4 മാസം നടന്നു. ഇതിൽ പോകും. കാരണം തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാവരും കൂടി വരണം. തീരുമാനം എടുക്കാൻ പറഞ്ഞവർ എല്ലാവരും ഇല്ലാത്ത സമയത്ത് സെക്രട്ടറിയും പ്രസിഡന്റും തീരുമാനിച്ചാലും പിന്നെ ആരെങ്കിലും നോ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട് അവർ ചെയ്തില്ല. പക്ഷേ ജസ്റ്റിൻ പറഞ്ഞു PTA വിളിച്ചിരുത്താം, അവിടെ സഭാസം നേരിട്ട് പറഞ്ഞോളൂ, എന്നിട്ട് അനുവാദം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ വന്നത്. ഇതിനുശേഷം നിങ്ങൾ ഏതായാലും ആലോചിച്ച് അനുവാദമുണ്ടെങ്കിൽ PTA ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്ത് എഴുതണം. സെബാസ്റ്റ്യൻ പനക്കലിന്റെ ട്രെയിനിങ് സ്വീകരിക്കാൻ PTA തയ്യാറാണെന്നും ജസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സ്കൂളിന് വേണ്ട നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അനുവാദമുണ്ടെന്നൊരു കത്ത് എഴുതാൽ ഞാൻ ആ കത്ത് മേടിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ ഹാപ്പി ദീപാവലി. താങ്ക് യു ഫോർ കമ്മിങ് ഓൺലൈൻ. ഹാവ് എ ഗുഡ് ഡേ. ബൈ ഫോർ നൗ. So Justin, thank you very much for this opportunity to meet and greet your PTA. And yeah, thank you very much. Have a nice day. Bye for now. Thank you.